വാർത്തയിലേക്ക്. തിരുവനന്തപുരം ആക്കുളം കേന്ദ്രീയ വിദ്യാലയത്തിന് സമീപം CNG പൈപ്പ് ലൈൻ പൊട്ടി. കിംസ് ആശുപത്രിക്ക് മുന്നിലൂടെയുള്ള ഗതാഗതം ഇതുകൊണ്ട് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ഡാൻ കുര്യൻ ഉണ്ട് അവിടെ നിന്നും വിവരങ്ങളുമായി. ഡാൻ, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? എന്താണ് പരിഹാര നടപടികൾ നടക്കുന്നത്? കുമാരപുരത്ത് നിന്ന് കിംസ് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡാണിത്. ആ റോഡ് അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ഭാഗത്ത് വെച്ചാണ്, അതായത് എനിക്ക് പിന്നിലുള്ള ഈ ഭാഗത്ത് വെച്ചാണ് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് CNG പൈപ്പ് ലൈൻ, അവിടെ ചില അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനിടയിൽ ആ പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായിരിക്കുന്നത്. അവിടെ ഇപ്പോഴും 1 മണിക്കൂർ നേരമായി ഗ്യാസ് ഇങ്ങനെ പുറത്തേക്ക് വമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഗ്നിശമന സേനയും പോലീസും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും സ്ഥലത്ത് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്ന സ്ഥിതിയല്ല. ഈ വശത്തുകൂടിയുള്ള ഇരുവശങ്ങളിലൂടെയുമുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. പോലീസ് എത്തി വാഹനങ്ങൾ മുഴുവൻ വഴിതിരിച്ചു വിട്ടുകൊണ്ടും ഇരിക്കുന്നു. ഈ പൈപ്പ് ലൈൻ അതിന്റെ പ്രധാന കേന്ദ്രത്തിൽ നിന്ന് ഓഫ് ചെയ്യുക എന്നതാണ് ഏക വെല്ലുവിളി. അപ്പോൾ ആ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കാരണം വലിയ തലത്തിൽ ഏതാണ്ട് 1 മണിക്കൂർ നേരമായി ഗ്യാസ് ഇങ്ങനെ പുറത്തേക്ക് വമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്ഥലത്ത് ഒരു തരത്തിലുള്ള പാചകവാതകമോ അതല്ല എങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലെ വൈദ്യുതിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംവിധാനങ്ങളും പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. കൂടി നിന്ന് നാട്ടുകാരെ പോലീസും അഗ്നിശമന സേനയും സമീപ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ അവിടെ നിന്ന് ഓടിച്ചു മാറ്റുകയാണ്. കാരണം ആളുകൾ കൂട്ടം കൂടുകയോ അതല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടാവുകയോ ചെയ്താൽ അതുണ്ടാക്കാൻ സാധ്യതയുള്ള അപകടം നമുക്കറിയാം. നേരത്തെയും കേരളം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ മെയിൻ പൈപ്പ് ലൈനിൽ നിന്ന് അത് ആ ചോർച്ച അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ ഊർജിതമായി ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ അപ്രതീക്ഷിതമായാണ് 1 മണിക്കൂർ മുമ്പ് ഈ JCB ഉപയോഗിച്ച് അവിടെ ആ റോഡ് കുഴിക്കുന്നതിനിടയിൽ ഈ CNG പൈപ്പ് ലൈനിന്റെ ഒരു ഭാഗത്ത് ചോർച്ചയുണ്ടായതും അതിശക്തമായ നിലയിൽ ഈ CNG ഗ്യാസ് പുറത്തേക്ക് വമിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. എന്നോടൊപ്പം പ്രദേശവാസി ഒരാൾ ചേരുന്നത്. എത്ര നേരമായി ഇങ്ങനെ തുടങ്ങിയത്? ഇത് തുടങ്ങിയിട്ട് ഇപ്പോഴും 1.5 മണിക്ക് തുടങ്ങിയോ? ഒരു മണിക്കൂർ മുമ്പേ തന്നെ തുടങ്ങിയ സമയത്ത് തന്നെ പോലീസിനെ അവർക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഫയർഫോഴ്സിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ പോലീസ് വന്ന് റോഡൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. ഫയർഫോഴ്സും വന്ന് എൻ്റെ ഗ്യാസിൻ്റെ ഏജൻസിയുടെ ആൾക്കാർ വന്ന് മെയിൻ ഓഫ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇത് എവിടെയാണ് ഇതിന്റെ മെയിൻ? എവിടെയാണെന്ന് അറിയില്ല. അവർ രണ്ട് വണ്ടിയിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓഫ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്നിട്ട് ഓഫ് ആവണമെന്നില്ല, ഓഫായിട്ടില്ല. ഇപ്പോഴും നല്ല രീതിയിൽ ഗ്യാസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അതിനുള്ള സംവിധാനത്തിന് അവർ എല്ലാവരും എന്ത് പണിയാണ് നടന്നുകൊണ്ടിരുന്നത്? റോഡിന്റെ പണിയാണ്, റോഡിന്റെ അറ്റകുറ്റപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഈ JCB ഉപയോഗിച്ച് പണി ചെയ്യുന്നതിനിടയിലാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അല്ലേ? അതെ, ഗ്യാസ് പണി നടക്കുന്നത്. ഓക്കെ. അപ്പോൾ പോലീസ് അവിടെ നിന്ന് നിർദ്ദേശം നൽകിയാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കണമെന്ന്. അതുകൊണ്ട് ഞങ്ങളും അല്പം പുറകോട്ട് മാറുകയാണ്. കാരണം ആളുകൾ ഇവിടേക്ക് വരുന്നത് ഒരു തരത്തിലും അത് ഒരു തരത്തിലും അനുവദിക്കില്ല. കാരണം വലിയ തരത്തിൽ അത് ഒരു അപകട ഭീഷണിയായി മാറും. അതുകൊണ്ട് തന്നെ പ്രദേശവാസികളെ മുഴുവൻ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. ഞങ്ങൾ നിന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ കൂടി മാറണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രഭവ സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങൂ ഡാൻ. ഞാൻ ഡാനിലേക്ക് തിരിച്ചു വരാം. അതിനു മുൻപ് സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങൂ. എന്തായാലും 1 മണിക്കൂർ മുമ്പെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആക്കുളം കേന്ദ്രീയ വിദ്യാലയത്തിന് സമീപമാണ് ഈ റോഡിൽ. അവിടെ കുറേ നാളായി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണിപ്പോൾ CNG പൈപ്പ് ലൈൻ പൊട്ടിയിരിക്കുന്നത്. 1 മണിക്കൂർ മുമ്പായിരുന്നു ഈ സംഭവം ഉണ്ടായത്. വലിയ രീതിയിലുള്ള ചോർച്ച ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ പോലും കാണാം. അത് വലിയ ശബ്ദവുമുണ്ട്. ആ രീതിയിൽ ചോർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കിംസ് ആശുപത്രിക്ക് സമീപമാണ്. മാത്രവുമല്ല ഒരുപാട് സ്ഥാപനങ്ങളൊക്കെയും ഉള്ള ഒരു റോഡാണ്, തിരക്ക് പിടിച്ച റോഡാണ്. അവിടെയാണ് ഈ ചോർച്ച സംഭവിച്ചിരിക്കുന്നത്. ഇനി അത് മെയിൻ കേന്ദ്രത്തിൽ നിന്ന് അത് ഓഫ് ചെയ്യുക എന്നതല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നതാണ് പറയുന്നത്. അപ്പോഴും പാലിക്കേണ്ടുന്ന കർശനമായ നിർദ്ദേശങ്ങളുണ്ട്. തീ ഉണ്ടാകാൻ പാടില്ല, ഒപ്പം മറ്റ് സ്പാർക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും പാടില്ല. അത്തരം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഡാൻ, എനിക്ക് തോന്നുന്നു ഡാൻ അവിടെ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ച സുരക്ഷിത ഇടത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഡാൻ, എന്താണ് ഇനി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ? പ്രദേശത്തു നിന്ന് ആളുകളെ ഒഴിപ്പിക്കേണ്ടത് ഉൾപ്പെടെയുള്ള സാഹചര്യം ഉണ്ടാകുമോ? അത്തരം ഗുരുതരമായ സാഹചര്യവും ഉണ്ടോ? അതോ അതിനു മുൻപ് തന്നെ ഇത് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യവുമാണോ ഉള്ളത്? സമീപത്തെ വീടുകൾ, അതോടൊപ്പം ചെറിയ ചായക്കടകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഗ്യാസുകൾ, മറ്റ് സാധനങ്ങളുടെ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു.
വൈദ്യുതി കണക്ഷനുകൾ ഓഫ് ചെയ്തിടാനുള്ള നിർദ്ദേശവും നൽകുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആളുകളെ ഇവിടെ നിന്ന് ദൂരത്തേക്ക് മാറ്റുകയാണ്. വാഹനങ്ങൾ പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട്. ഒരു കാരണവശാലും വാഹനങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യരുത്. ഈ ഗ്യാസിന് ലീക്കേജ് അത് പൂർണ്ണമായി പരിഹരിക്കുന്നതുവരെ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയോ അതിന് സമീപത്തേക്ക് പോവുകയോ ചെയ്യരുത് എന്ന കർശനമായ നിർദ്ദേശം നൽകി സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് അടപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അസിസ്റ്റന്റ് കമ്മീഷണർ എന്നോടൊപ്പം ചേരുന്നു. സാർ, ഇപ്പൊ എന്താണ് നമ്മൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഫയർ ഫോഴ്സ് വന്നിട്ടുണ്ട്. എവിടെയാണ് എന്റെ വാൽവ്? അത് അതിന് ഗ്യാസ് ഏജൻസിക്ക് അറിയത്തുള്ളൂ. ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട് അവരെ അറിയിച്ചിട്ടുണ്ട്. ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിച്ചു. അത്തരത്തിലാണ് ക്രമീകരണങ്ങൾ. അവരവരുടെ കൃത്യനിർവഹണത്തിലാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. പോലീസ് വാഹനം കുറുകെ ഇട്ടുകൊണ്ട് ഈ കുമാരപുരത്ത് നിന്ന് കിംസ് ആശുപത്രിയിലേക്ക് വരുന്ന വഴിയിലുള്ള ഗതാഗതം പൂർണ്ണമായി പോലീസ് തടഞ്ഞിരിക്കുകയാണ്. കാരണം ഒരു കാരണവശാലും വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. കുമാരപുരത്ത് വെച്ച് തന്നെ, അതായത് ഞങ്ങൾ വരുന്ന വഴിയിൽ ഇവിടെ വരെ വാഹനങ്ങൾ വരുന്നുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഇവിടേക്ക് പോലും വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. കുമാരപുരത്ത് നിന്ന് തന്നെ പൂർണ്ണമായി വാഹനങ്ങൾ കടത്തിവിടുകയാണ്. കാരണം അവിടെ വെച്ച് തന്നെ അത് വഴിതിരിച്ചു വിടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. പെട്ടെന്ന് തീർച്ചയായും അങ്ങനെ ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട് ഡാൻ അവിടെ. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രീയ വിദ്യാലയമുണ്ട്, നിരവധി ഫ്ളാറ്റ് സമുച്ചയങ്ങളുണ്ട്, ഷോപ്പുകളുണ്ട്, ഹോട്ടലുകളുണ്ട്, അപ്പോൾ റെസ്റ്റോറന്റുകളുണ്ട്. അപ്പോൾ അവിടെ ഒക്കെ എങ്ങനെയാണ് പോലീസ് ഈ നിർദ്ദേശങ്ങൾ കൈമാറുന്നത്? അവിടെ ഓരോ ഇടത്തും എത്തി അവരോട് ഈ നിർദ്ദേശങ്ങൾ നൽകുകയാണോ? ജനങ്ങളെ എങ്ങനെയാണ് സുരക്ഷിതരാക്കുന്നത്? അതിനുള്ള എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും അഗ്നിശമന സേനാംഗങ്ങളും ആണ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ ഓരോ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തി ആളുകൾ പൂർണ്ണമായി ഇവിടെ നിന്ന് മാറിപ്പോകണം, വ്യാപാര സ്ഥാപനങ്ങൾ അടയ്ക്കണം, വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഓഫ് ചെയ്യണം, ഗ്യാസോ മറ്റ് പാചകവാതകമോ ഒരു തരത്തിലുള്ള തീയുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കരുത് എന്ന നിർദ്ദേശം നൽകി വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ആളുകളെ ഇപ്പോൾ മാറ്റുന്ന ദൃശ്യമാണ് കാണുന്നത്. പോലീസ് എത്തി ചെറിയ കടകളിൽ വരെ സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ആളുകളെ മാറ്റുകയാണ്. വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നീക്കാൻ സമ്മതിക്കില്ല. ചെറിയ വാഹനമൊക്കെ അവിടെ നിന്ന് തള്ളി മാറ്റി സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ഇടണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇപ്പോഴും ഈ ഗ്യാസ് മുകളിലേക്ക് ലീക്കേജായി അത് ഉയരുന്നത് കാണാം. അതിനപ്പുറത്തേക്ക് ഇതിന്റെ മെയിൻ ഒരു വാൽവുണ്ട്. ആ വാൽവ് അടച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ആശങ്കയ്ക്ക് പരിഹാരമാകും. അത് ആ വാൽവ് അടയ്ക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് ഇതിന്റെ കോൺട്രാക്ടർമാർ, മറ്റ് ജീവനക്കാർ, ടെക്നിക്കൽ ടീം അവരൊക്കെ പുറപ്പെട്ടിട്ടുണ്ട്. ആ മെയിൻ സോഴ്സിൽ നിന്ന് മാത്രമേ, അതായത് മെയിൻ വാൽവ് അടച്ചാൽ മാത്രമേ ഈ ലീക്കേജ് കൃത്യമായി പരിഹരിക്കാൻ കഴിയൂ. അങ്ങനെ അത് ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വ്യാപാര സ്ഥാപനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി മെയിൻ സോഴ്സ് ബ്ലോക്ക് ചെയ്താൽ ഈ ലൈനിൽ എന്നാലും CNG ഉണ്ടാകില്ലേ ഡാൻ? അതിനല്ലാണ്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പരിഹാര മാർഗങ്ങൾ ഉണ്ടോ? ഈ ലൈനിലുള്ള CNG മുഴുവൻ ചോർന്നു പോയി അങ്ങനെ സുരക്ഷിതമാക്കാനുള്ള സാധ്യതയും സാഹചര്യവും മാത്രമേ ബാക്കിയുള്ളൂ? വിദഗ്ധ സംഘങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലത്തുണ്ടോ? നിയന്ത്രണ വിധേയമാണ് സാഹചര്യമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഈ ഘട്ടത്തിൽ? അത് ആ ലീക്കേജ് പൂർണ്ണമായി ബ്ലോക്ക് ചെയ്യാതെ നിയന്ത്രണ വിധേയമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് സാഹചര്യം. കാരണം ഇതിനോടകം ഏതാണ്ട് 1 മണിക്കൂർ നേരമായി ഈ CNG പൈപ്പ് ലൈനിൽ നിന്ന് ഉയർന്ന വാതകം അത് അന്തരീക്ഷത്തിലുണ്ട്. അത് കൃത്യമായി നമുക്ക് ഇവിടെ നിന്ന് ഒരു 200 മീറ്റർ അപ്പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ നോക്കുമ്പോൾ ആ വലിയ മരക്കൂട്ടങ്ങൾക്കിടയിൽ അതിന് മുകളിലായി ഈ വാതകം ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് നമുക്ക് ഇവിടുന്ന് വളരെ പ്രകടമാണ്. പക്ഷേ അത് ദൃശ്യങ്ങളിൽ എത്ര കണ്ട് വ്യക്തമാണ് എന്ന് അറിയില്ല. അപ്പോൾ ഈ വാതകം അങ്ങനെ കൃത്യമായി ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് വാക്വം ചെയ്തെടുക്കുന്നതിനുള്ള ഒരു സംവിധാനങ്ങൾ അഗ്നിശമന സേനയുടെ ഭാഗത്തു നിന്നുണ്ടാകും. പക്ഷേ അത് പ്രവർത്തിപ്പിക്കാൻ ഇപ്പോൾ കഴിയില്ല. കാരണം ഈ ലീക്കേജ് കണ്ടിന്യൂ ആയി അങ്ങനെ മുകളിലേക്ക് ഈ വാതകം ചോർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് അവിടേക്ക് കൃത്യമായി ഈ മെയിൻ വാൽവിൽ നിന്ന് ആ പൈപ്പ് ലൈനിലേക്കുള്ള കണക്ഷൻ ബ്ലോക്ക് ചെയ്തുകൊണ്ട് കൃത്യമായി ആ വാക്യൂം ചെയ്ത് എടുക്കുന്നതിനുള്ള, അല്ലെങ്കിൽ പുറത്തേക്ക് വമിച്ചിരിക്കുന്ന ആ വാതകം കൃത്യമായി അത് വാക്യൂം ചെയ്തെടുക്കാനുള്ള സംവിധാനം അഗ്നിശമന സേനയ്ക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതുവരെ അപകടമൊന്നും ഉണ്ടാകാതെ നോക്കുക എന്നതാണ് പോലീസിനും അഗ്നിശമന സേനയ്ക്ക് മുമ്പിലുള്ള വെല്ലുവിളി. അതുകൊണ്ട് തന്നെയാണ് പ്രായമായവരെയും മറ്റ് ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ആളുകളെയും ഉൾപ്പെടെ തൊട്ട് സമീപത്തെ താമസ സ്ഥലങ്ങളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും
അതോടൊപ്പം ഈ വാഹന യാത്രക്കാരടങ്ങുന്ന അല്ലെങ്കിൽ സമീപ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളിലെ യാത്രക്കാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും രണ്ട് വശങ്ങളിലേക്കായി മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ഈ മറ്റ് അപകട സാധ്യതകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കുമാരപുരത്ത് വാഹനങ്ങൾ പൂർണ്ണമായി ഏതാണ്ട് ബ്ലോക്ക് ചെയ്ത അവസ്ഥയാണ്. അവിടെ നിന്ന് ഒരു വാഹനങ്ങൾ പോലും ഇവിടേക്ക് കടത്തിവിടുന്നില്ല. കാരണം വാഹനങ്ങൾ കടത്തിവിട്ടാൽ അത് ഉണ്ടാക്കാനിടയുള്ള ഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഉദ്യോഗസ്ഥർക്കുണ്ട്. ആ ഒരു പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ടാണ് ആളുകളെ പൂർണ്ണമായി ഈ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിച്ചുകൊണ്ട് എല്ലാ സ്ഥാപനങ്ങളും അടച്ചുകൊണ്ട് സുരക്ഷിതമായ ഒരു സാഹചര്യം പൂർണ്ണമായി ഉറപ്പാക്കിക്കൊണ്ട് ഈ ബ്ലോക്കേജ് അത് കൃത്യമായി ലീക്കേജ് ബ്ലോക്ക് ചെയ്യുന്നതുവരെ മറ്റ് തരത്തിലുള്ള ഒരു അപകട സാധ്യതകൾ പൂർണ്ണമായി ഒഴിവാക്കുക എന്നൊരു ലക്ഷ്യത്തോടെ വളരെ കൃത്യമായൊരു ഇടപെടൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് നമുക്ക് അവിടേക്ക് നോക്കുമ്പോൾ ആ ശബ്ദം നേർത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ ആ ലീക്കേജ് ഏതാണ്ട് അടയ്ക്കുന്ന നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അവിടേക്കുള്ള വാൽവിന്റെ കണക്ഷൻ, മെയിൻ വാൽവിന്റെ കണക്ഷൻ അത് അവിടേക്ക് അടയ്ക്കുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്ന് വേണം കരുതാൻ. ശബ്ദം നേർത്തതായി തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ വരുന്ന സമയത്തൊക്കെ രൂക്ഷമായ ശബ്ദമായിരുന്നു. ആ ശബ്ദത്തിന്റെ തോതിൽ കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇന്ധനം ഈ വാതകം മുകളിലേക്ക് തന്നെ ചോരുന്നുണ്ട്. അത് ഇപ്പോഴും അങ്ങനെ തന്നെ പ്രകടമാണ്. വാഹനങ്ങളൊന്നും അതുവഴി സ്റ്റാർട്ട് ചെയ്യാതെ മുമ്പോട്ട് പോകണമെന്ന കൃത്യമായ നിർദ്ദേശമാണ് പോലീസ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വാഹനങ്ങൾ സുരക്ഷിതമായ അകലത്തിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അഗ്നിശമന സേനയും പോലീസും ഈ CNG പൈപ്പ് ലൈനിന്റെ കോൺട്രാക്ടേഴ്സ് അതോടൊപ്പം അതിന്റെ ജീവനക്കാർ, ടെക്നിക്കൽ ജീവനക്കാർ ഇവരടങ്ങുന്ന ഒരു സംഘമാണ് ഇപ്പോൾ ഈ ലീക്കേജ് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തരമായ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകുന്നത്. CNG വാതകം ചോർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചോർച്ച ഇതുവരെ ഒഴിവാക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിയന്ത്രണ വിധേയമാണ് സാഹചര്യമെന്ന് പറയുന്ന ഘട്ടം എത്തിയിട്ടില്ല. എന്നാൽ അവിടെ അതിന് നിയന്ത്രിക്കുന്നതിനുള്ള ഏറ്റവും ശക്തമായ ഇടപെടലുകൾ ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തുണ്ട്. ജനങ്ങൾക്ക് ആളപായം ഉണ്ടാകാതിരിക്കാൻ, അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്നു. ആളുകളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. സ്പാർക്ക് ഉണ്ടാകാതിരിക്കാനുള്ള കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഇടപെടലുകളാണ് നടക്കുന്നത്.